സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. നികുതി പിരിവിൽ സർക്കാർ പരാജയമെന്നാണ് പ്രതിപക്ഷ ആരോപണം. സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോഴും വികസന കാര്യങ്ങളിൽ മുടക്കം വരുത്തിയിട്ടില്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് SC/ST വിദ്യാർത്ഥികളുടെ സ്വർണ്ണ മെഡൽ ഇനത്തിൽ 10,000 പവൻ സർക്കാർ തടഞ്ഞുവച്ചിരിക്കുകയാണെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച മാത്യു കുഴൽനാടൻ ആരോപിച്ചു. നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിലെ 4ാം അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു വിഷയം. ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞ സാമ്പത്തിക ടേക്ക് ഓഫ് അഹമ്മദാബാദിൽ കൂപ്പുകുത്തിയ എയർ ഇന്ത്യ വിമാനം പോലെയാണെന്നായിരുന്നു പ്രമേയ അവതാരകനായ മാത്യു കുഴൽനാടന്റെ ആക്ഷേപം. SC/ST വിഭാഗങ്ങളുടെ സ്വർണ്ണ മെഡൽ പിടിച്ചുവച്ചിരിക്കുന്നതാണ് സാമ്പത്തിക പ്രതിസന്ധിയുടെ തെളിവെന്നും മാത്യു കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി. ഓണക്കാല ചെലവുകൾ സുഭിക്ഷമായി കടന്നുപോയി എന്നതായിരുന്നു ഭരണപക്ഷത്തിന്റെ മുഖ്യ പ്രതിരോധം. ഉത്സവബത്ത് കൂട്ടിയതും ക്ഷേമപെൻഷൻ കുടിശ്ശിക നൽകിയതും ഭരണപക്ഷം ഉയർത്തിക്കാട്ടി. സർക്കാർ പ്രതിസന്ധിയില്ലെന്ന് പറയുമ്പോൾ കരാറുകാർ അടക്കം എല്ലാവർക്കും കുടിശ്ശികയാണ്. ഇത് പൊളിഞ്ഞ തറവാട്ടിലെ അവസ്ഥയാണെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പരിഹാസം. പൊളിഞ്ഞ തറവാട്ടുകാരെ പണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേനി പറയും ചെയ്യും ഒന്നിനൊട്ട് കാശ്. നികുതി പിരിവിലെ വീഴ്ച, ധനമാന്യമെന്റിലെ പരാജയം എന്നിവയിലൂന്നിയായിരുന്നു പ്രതിപക്ഷ നേതാവ് ചർച്ച ഉപസംഹരിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇതുപോലെ പരാജയപ്പെട്ട ഒരു സർക്കാർ ഈ ചരിത്രത്തിൽ കേരളത്തിനുണ്ടായി. വെറുതെ വാചകമടിച്ചു പോകുകയല്ല സർക്കാർ ചെയ്തതെന്നും അതിന് തെളിവായി വിഴിഞ്ഞം തുറമുഖ അടക്കമുള്ള പദ്ധതികൾ ഇവിടെയുണ്ടെന്നും ധനമന്ത്രി തിരിച്ചടിച്ചു. സാർ, ഈ ബുദ്ധിമുട്ടെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ സമയത്ത് എവിടെയാ സാർ അടിസ്ഥാന സൗകര്യത്തിനുൾപ്പെടെ വിഴിഞ്ഞം തുറമുഖം ഈ സർക്കാർ അല്ലായിരുന്നെങ്കിൽ വിഴിഞ്ഞം എന്ന് പറയുന്ന തുറമുഖം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു സാർ? അടിയന്തര പ്രമേയ ചർച്ച പതിവായപ്പോൾ അതിന്റെ ഗൗരവം ചോരുന്നുവെന്ന് സംശയിക്കാവുന്നതായിരുന്നു സഭാതലത്തിലെ ഇന്നത്തെ കാഴ്ചകൾ. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെപ്പറ്റി ചർച്ച നടക്കുമ്പോൾ ഭരണ പ്രതിപക്ഷ ബെഞ്ചുകൾ പലപ്പോഴും ഒഴിഞ്ഞുകിടന്നു. ഇരുപക്ഷത്തും ചർച്ച കേൾക്കാൻ ആളില്ലെന്ന് സ്പീക്കറും പരാതിപ്പെട്ടു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.